ഉം. അപ്പോ ആ പാക്കേജിന് മുകളിൽ സ്റ്റിക്ക് ചെയ്യാനുള്ള ഒരു ബില്ലാണിത്. ഇതിൽ കസ്റ്റമർ അഡ്രസ് ഉണ്ടായിരിക്കും, അതുപോലെ നിങ്ങളുടെ അഡ്രസ്, മർച്ചന്റ് റിട്ടേൺ അഡ്രസ് ഉണ്ടായിരിക്കും. ഏതെങ്കിലും കാരണവശാൽ ആ കസ്റ്റമർക്ക് പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഈ അഡ്രസ്സിലേക്കായിരിക്കും തിരിച്ചു വരിക. അതുപോലെ ഇത് QR കോഡും ബാർകോഡും നിങ്ങൾ മെയിൻ ചെയ്യേണ്ടതില്ല. ഇതിനകത്ത് ബോളിവുഡ് എന്താണ് ഐറ്റം ഉണ്ടാവും, അതിന്റെ പ്രൈസ് ഉണ്ടാവും, അതുപോലെ എത്ര ക്വാണ്ടിറ്റി ഉണ്ടാവും, അതിന്റെ ടോട്ടൽ വാല്യൂ ഉണ്ടാവും. ഓക്കെ, ഇതാണ് പ്രിന്റ് ബില്ലിൽ നിങ്ങൾ ചെയ്യാനുള്ളത്. പാക്കേജിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്ഡേറ്റ് സ്റ്റാറ്റസ് ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം അത് കൊറിയർ കമ്പനിക്ക് കൈമാറിയാൽ, കവർ ചെയ്തിരിക്കുന്ന പാക്ക് ചെയ്തിരിക്കുന്ന ഐറ്റം കൊറിയർ കമ്പനിക്ക് കൈമാറിയാൽ നിങ്ങൾക്ക് അത് ഇവിടെ ചൂസ് ചെയ്യേണ്ടിയിരിക്കുന്നു. കാനഡ ഓർ ടു കൊറിയർ കമ്പനി, ഏത് കൊറിയർ കമ്പനിയാണ് അത് ഏത് കൊറിയർ കമ്പനിക്കാണ് അത് കൊടുത്തത് എന്നുള്ളതും ഇവിടെ ടൈപ്പ് ചെയ്തതിനു ശേഷം അപ്ഡേറ്റ് സ്റ്റാറ്റസ് ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഡിസ്പാച്ച് ബട്ടൺ നിങ്ങൾക്ക് ഇനേബിൾ ആയി വരും, ബ്ലൂ കളറിലായി വരും. ഡിസ്പാച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ് നിങ്ങൾ അയച്ചു എന്നാണ് അർത്ഥം. ഓക്കെ, അത് നിങ്ങൾ ഇത് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഡിസ്പാച്ച് അയച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിസ്പാച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഡിസ്പാച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഷുവർ ടു ഡിസ്പാച്ച് എന്നുള്ളൊരു മെസ്സേജ് വരും. അതിൽ ഓക്കെ ആണ് പ്രസ് ചെയ്യേണ്ടത്. ഓക്കെ, ഞാനിത് ക്യാൻസൽ കൊടുത്തിരിക്കുന്നു. അതുപോലെ ഡിസ്പാച്ച്ഡ് ഓർഡേഴ്സ്, അങ്ങനെ ഡിസ്പാച്ച് ചെയ്തിരിക്കുന്ന ഓർഡേഴ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഡിസ്പാച്ച്ഡ് ഓർഡേഴ്സ് എന്നുള്ള മെനുവിലാണ് കാണുക. ഇതിനകത്ത് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അയാളുടെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. അതായത് പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസും കസ്റ്റമറിന്റെ ഡീറ്റെയിൽസും വേണമെന്നുണ്ടെങ്കിൽ ബില്ല് പ്രിന്റ് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും പ്രിന്റ് ചെയ്യാം. ഏത് കൊറിയർ വഴിയാണ് അയച്ചത്, ആ ഐറ്റം ഇപ്പൊ ഇവിടെ എത്തി എന്നുള്ളതൊക്കെ ഇവിടെ കാണിക്കും. പക്ഷേ ഈ ഐറ്റം റീച്ച്ഡ് എന്നുള്ള സെക്ഷൻ അത്ര കറക്റ്റ് ആയിരിക്കില്ല, കാരണം നമ്മളുടെ PKG ഷോപ്പിന്റെ കൊറിയർ സർവീസ് അത്ര വാസ്റ്റ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്തിട്ടില്ല. അപ്പൊ DTDCയിൽ അവരുടെ കൊറിയർ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ അതിന്റെ ട്രാക്കിംഗ് ഐഡി തരും, അത് വെച്ച് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇതാണ് ഞാൻ മുന്നേ ഡിസ്പാച്ച് ചെയ്ത 6 ഐറ്റംസ് ആണ്. 1, 2, 3, 4, 5, 6 ഐറ്റംസ് ആണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഇനി ഏതെങ്കിലും കാരണവശാൽ ഏതെങ്കിലും കസ്റ്റമർ റീഫണ്ട് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് റീഫണ്ടഡ് ഐറ്റംസ് കാണുക. ഇവിടെ അതിന്റെ ഡീറ്റെയിൽസ് വരും, പക്ഷേ ഇപ്പൊ അറ്റ് പ്രസന്റ് അതിനകത്ത് ഒരു റെക്കോർഡ് ഇല്ല, അതുകൊണ്ടാണ് കാണിക്കാത്തത്. അതുപോലെ ഇതിനാണ് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ആഡ് ചെയ്യാനുള്ള വഴി വരുന്നത്. കാറ്റഗറീസ് എന്നുള്ള മെനു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൈമറി ലെവൽ കാറ്റഗറീസ് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഹോം, ഗാർഡൻ ആൻഡ് ടൂൾസ്, സ്പോർട്സ് ആൻഡ് ഔട്ട്വെയർ എക്സെട്ര, അങ്ങനെ കാണാൻ വേണ്ടി പറ്റും. അപ്പൊ നമ്മുടെ കാറ്റഗറി 1700 1600ഓളം കാറ്റഗറീസ് നമ്മൾ ഇതിനകത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒന്നിന് കീഴെ ഒന്നൊന്നായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് 4 ലെവൽ കാറ്റഗറിയാണ് ഇവിടെ ഉണ്ടാവുക. ഇപ്പൊ കാറ്റഗറി ലെവൽ 1 ആണ്. കാറ്റഗറി ലെവൽ 1ൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ ഹോം ആൻഡ് ഗാർഡനിൽ ക്ലിക്ക് ചെയ്യുന്നു. കാറ്റഗറി ലെവൽ 2ലേക്ക് എത്തി. കാറ്റഗറി ലെവൽ 2ൽ കിച്ചൺ ഡൈനിങ്ങിൽ ക്ലിക്ക് ചെയ്താൽ അതിനുള്ളിലുള്ള കാറ്റഗറി ആണ്. ഇതാണ് അതിനുള്ളിലുള്ള കാറ്റഗറി. സ്മോൾ അപ്ലയൻസിൽ ക്ലിക്ക് ചെയ്ത് അതിനുള്ളിലുള്ള കാറ്റഗറിക്ക് പോവുക. ഇതാണ് അതിനുള്ളിലുള്ള കാറ്റഗറി. ഒന്നും കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രൊഡക്റ്റ് ആഡ് ചെയ്യാനുള്ള പേജിലേക്ക് എത്തി. ഫുഡ് പ്രോസസ്സിൽ ക്ലിക്ക് ചെയ്യുകയാണ്, പ്രൊഡക്റ്റ് ആഡ് ചെയ്യുന്ന പേജിലേക്കാണ് എത്തിയത്. ഞാൻ ഓൾറെഡി ആഡ് ചെയ്ത പ്രൊഡക്റ്റ് ആണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് ഇത് ബ്ലാങ്ക് ആയിരിക്കും, പക്ഷെ ഇവിടെ 2 ബട്ടൺ നിങ്ങൾക്ക് കാണാം. ഈ ബട്ടൺ ആണ് യൂസ് ചെയ്യേണ്ടത്. ആഡ് പ്രൊഡക്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ആഡ് ചെയ്യാനുള്ള പേജ് വരും. അതിനകത്ത് ഡാറ്റ എൻട്രി, പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ്, പ്രൊഡക്റ്റ് നെയിം, എക്സാമ്പിൾ എക്സാമ്പിൾ ടീഷർട്ട്. ബട്ട് വെയിറ്റ് ചെയ്യുക, ഇത് ഞാൻ എക്സാമ്പിളിന് വേണ്ടി കാണിക്കുന്നതാണ്. ടീഷർട്ട് വിത്ത് ഫുൾ സ്ലീവ്, ഇങ്ങനെ ടൈപ്പ് ചെയ്യുക എക്സാമ്പിളിന് വേണ്ടി. പ്രൊഡക്റ്റ് ഡീറ്റെയിൽസും അതിനെക്കുറിച്ച് 1-2 വാക്കോ അല്ലെങ്കിൽ കൂടുതൽ ഡാറ്റ ഉണ്ടെങ്കിൽ അത് പ്രൊഡക്റ്റ് ഡീറ്റെയിൽസിൽ എൻ്റർ ചെയ്യുക. അതുപോലെ MRP, ആ ടീഷർട്ടിന്റെ വില എത്രയാണ്? MRP 300 ആണ്. സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? സെല്ലിംഗ് പ്രൈസ് ഇതാണ്. സെല്ലിംഗ് പ്രൈസ് നിങ്ങൾ എത്ര രൂപക്കാണ് വിൽക്കുന്നത്? 180. ഓക്കെ, സെൻട്രൽ ടാക്സ് എത്ര? മിക്കവാറും അത് 0 ആയിരിക്കും. നിങ്ങൾക്ക് സെൻട്രൽ ടാക്സും സ്റ്റേറ്റ് ടാക്സും 0 ആയിരിക്കും. ചിലവർ ചിലവർക്ക് അത് സെൻട്രൽ ടാക്സും സ്റ്റേറ്റ് ടാക്സും കറക്റ്റ് ആയിട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഞാനത് ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും പ്രൊഡക്ട്സിന്റെ സെല്ലിംഗ് പ്രൈസ് ടാക്സ് ഇൻക്ലൂഡഡ് ആയിരിക്കും. അതുകൊണ്ട് അത് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്, 150 ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് രണ്ടും 0 എന്ന് കൊടുക്കുന്നത്. ഇനി ആ ടീഷർട്ട് നിങ്ങൾക്ക് എത്ര സ്റ്റോക്ക് ഉണ്ട്, ആ പർട്ടിക്കുലർ കളറിലുള്ള ടീഷർട്ട് എത്ര സ്റ്റോക്ക് ഉണ്ട് എന്നുള്ളത് ഇവിടെ കൊടുക്കുക. ഞാൻ 10 എന്ന് കൊടുത്തു. നിങ്ങൾക്ക് കയ്യിലുള്ള അത്രയും കൊടുക്കുക. ഷിപ്പ് ഇന്ത്യ, ഈ ടീഷർട്ട് ഇന്ത്യയിൽ എവിടെ അയക്കാൻ നിങ്ങൾ എത്രയാണ് ഷിപ്പിംഗ് ചാർജ് ഉദ്ദേശിക്കുന്നത്? ഞാൻ പറയുന്നു ഒരു 200 രൂപ ഷിപ്പിംഗ് ചാർജ് ഇന്ത്യക്കകത്തും വിദേശങ്ങളിലേക്ക് ഒരു 1000 രൂപയും ഞാൻ പറയുന്നു. ഓക്കെ, അത് പക്ഷെ നിങ്ങൾ ഏതാണ്ട് ആക്യുറേറ്റ് ആയിട്ട് കൊടുക്കണം. ഇല്ലെങ്കിൽ ഈ 150ന്റെ കൂടെ ഈ വിലയും കൂടി ഇട്ടിട്ടാണ് കാണിക്കുക.
ഇന്ത്യക്കാർക്കാണെങ്കിൽ 150+200, 150+200 350 കാണിക്കും പ്രൊഡക്റ്റ് വാല്യൂ. പ്രൊഡക്റ്റ് വാല്യൂ ഇവിടെ കാണുക ഫ്രണ്ട് ആൻഡ് സൈറ്റിൽ നിങ്ങൾക്ക് കാണാം. 832 1040 എന്ന് ഇവിടെ കാണുന്നത്. അത് MRP എന്നുള്ളത് 832, സോറി 1040, സെല്ലിംഗ് പ്രൈസ് 832 ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോ അതിന്റെ വില ഷിപ്പിംഗ് ചാർജ് ഇൻക്ലൂഡഡ് ആയിരിക്കും. അത് നിങ്ങൾ കറക്റ്റ് ഷിപ്പിംഗ് ചാർജ് തന്നെ കൊടുക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ. മെയ്ഡ് ഇൻ കൺട്രി എന്നുള്ളത് ഇന്ത്യ ആണോ, ഇന്ത്യക്കകത്താണെന്നല്ലോ നമ്മള്, അതുകൊണ്ട് നമ്മളുടെ ഇന്ത്യൻ മെയ്ഡ് ആണെന്ന് കൊടുക്കുക. എന്നിട്ട് എല്ലാ പ്രൊഡക്ട്സിനും കുറച്ച് ഇമേജസ് ഉണ്ടായിരിക്കും. അത് ഇമേജസ് നിങ്ങൾ ഓൾറെഡി ഈ ഡാറ്റ എൻട്രി ചെയ്യാൻ ശ്രമിക്കുന്നതിന് മുമ്പേ ഫോട്ടോ എടുത്ത് വെക്കണം. മൊബൈലിലായാലും ക്യാമറയിലായാലും ഫോട്ടോ എടുത്ത് വെക്കണം. ഒരു പ്രൊഡക്റ്റിന് 5 ഇമേജ് വരെ നമുക്ക് ഒരു പ്രൊഡക്റ്റിന് 5 ഇമേജ് വരെ നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. 5 ഇമേജ് മുമ്പേ ഫോട്ടോ എടുത്ത് വെച്ചതാണ് ഇവിടെ കാണിക്കുന്നത്. പക്ഷെ ഇത് സാരിയുടെ ഫോട്ടോ ആണ്. നിങ്ങൾ ടീഷർട്ടാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ടീഷർട്ടിന്റെ ഫോട്ടോ ആണ് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് സെലക്ട് ചെയ്തെടുക്കേണ്ടത്. ഓക്കെ. അതിനുശേഷം ഇതിനകത്തുള്ള ബാക്കിയുള്ള ഫീൽഡ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഫില്ല് ചെയ്താൽ മതി. ആക്റ്റീവ് എന്നുള്ളത് യെസ് എന്ന് തന്നെ ആയിരിക്കണം. ആക്റ്റീവ് എന്നുള്ളത് യെസ് തന്നെ ആയിരിക്കണം. ബിക്കോസ് അത് ആക്റ്റീവ് നോ എന്ന് പറഞ്ഞ് നിങ്ങൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇവിടെ കാണിക്കില്ല, ഈ ലിസ്റ്റിൽ കാണിക്കില്ല. ഓക്കെ. കസ്റ്റമർക്ക് അത് കാണാൻ പറ്റില്ല. അതുപോലെ ടീഷർട്ടിന് പല കളേഴ്സ് ഉണ്ടാവും അല്ലെ. ഈ പർട്ടിക്കുലർ ടീഷർട്ട് മോഡലിന് കൂടുതൽ കളേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആഡ് കളേഴ്സ് ആൻഡ് സൈസസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോ വാലിഡ് ആയിട്ടുള്ള കുറച്ച് കളറിന്റെ ലിസ്റ്റ് വരും. അതുപോലെ സൈസിന്റെ ലിസ്റ്റും വന്നിട്ടുണ്ട്. സൈസ് ബട്ടൺസ് ആയിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ ആ ടീഷർട്ട് ഡാർക്ക് ഗ്രീനും ഡാർക്ക് ഓറഞ്ചും ഉണ്ടെന്ന് വിചാരിച്ചു. ഞാൻ ഡാർക്ക് ഗ്രീനിലും ക്ലിക്ക് ചെയ്തു, ഡാർക്ക് ഓറഞ്ചിലും ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ 2 ബോക്സ് വരുന്നതായിട്ട് കാണാം. ഡാർക്ക് ഗ്രീനിന് അതിന്റെ വില 170, ഡാർക്ക് ഓറഞ്ചിനും വില 170 ആണെന്ന് വിചാരിക്കുക. അതുപോലെ ഡാർക്ക് ഗ്രീനിന്റെ ഇമേജസും നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ ഡാർക്ക് ഓറഞ്ചിന്റെ ഇമേജസും നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ അല്ലേ? ഓ അതൊക്കെ. അപ്പോ എന്നിട്ട് അതിനുശേഷം ടീഷർട്ടിന് പല സൈസും ഉണ്ടാവും അല്ലെ. ഈ മുകളിൽ ഇത്രയും ഭാഗങ്ങളിലുള്ള സൈസാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ഇന്ത്യക്കാർ ഉപയോഗിക്കുന്നത്. കാരണം ബാക്കിയുള്ളത് അമേരിക്കൻ സൈസാണ്. ഓരോ രാജ്യത്ത് ആൾക്കാരുടെ വണ്ണം നീളെല്ലാം വ്യത്യസ്ത അളവിലാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ. നമ്മുടെ ഇന്ത്യയിൽ എക്സ്ട്രാ സ്മോള്, മീഡിയം, ലാർജ്, എക്സ്ട്രാ ലാർജ്, XXL, XXL, 4XL എന്ന് പറഞ്ഞിട്ടാണ് സാധാരണ സൈസ് ഉണ്ടാവുക. ഷർട്ടിന്റെ ആയാലും ടീഷർട്ടിന്റെ ആയാലും പാന്റിന്റെ ഒക്കെ ആയാലും. അപ്പോൾ ഇതിനകത്ത് നിന്ന് ആ ടീഷർട്ട് നിങ്ങൾക്ക് 2-3 സൈസിൽ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ സൈസ് ക്ലിക്ക് ചെയ്യുക. അപ്പൊ അത് കറുത്ത ബോർഡറിലോട് കൂടി കാണിക്കുന്നതായിട്ട് കാണാം. അതിന്റെ അർത്ഥം നിങ്ങൾ ഈ രണ്ടും സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ താഴെ വരുന്ന പുതിയതായിട്ട് വരുന്ന ബോക്സിൽ കൊടുക്കുക. എക്സലിന് എത്രയാണ് വില, അതുപോലെ സ്മോളിന് എത്രയാണ് വില, അത് ഇവിടെ ടൈപ്പ് ചെയ്യുക. അതോടൊപ്പം അതിന്റെ ഫോട്ടോ കൂടി നിങ്ങൾ അറ്റാച്ച് ചെയ്യേണ്ടതുണ്ട്. അതിന്റെ ഫോട്ടോ അതും നിങ്ങൾക്ക് 5 ഫോട്ടോ വരെ ഓരോന്നിനും അപ്ലോഡ് ചെയ്യാം. അപ്പൊ 5, 5, 10, 15, 20 ഫോട്ടോ നിങ്ങൾക്ക് വരെ അപ്ലോഡ് ചെയ്യാം. പക്ഷെ അറ്റ്ലീസ്റ്റ് ഒരു ഇമേജ് എങ്കിലും വേണം. അതിനുശേഷം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും ഇവിടെ തന്നെ എത്തും. അതിനുശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ പ്രോഡക്റ്റ് ആഡ് ചെയ്തതായിട്ട് കാണും. പക്ഷെ ഞാൻ ഇപ്പോൾ സബ്മിറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് എന്റെ ഓൾറെഡി ഉള്ള പ്രൊഡക്റ്റ് ഇവിടെ കാണിക്കുന്നത്. പിന്നെ ഓൾറെഡി നിങ്ങൾ പ്രൊഡക്റ്റ് സബ്മിറ്റ് ചെയ്താൽ അത് ഇവിടെ ഇമേജോടുകൂടി കാണിച്ചു തരും. ഞാൻ ഓൾറെഡി സബ്മിറ്റ് ചെയ്ത പ്രൊഡക്റ്റ് ആണ് ഇവിടെ കാണുന്നത്. അതിനകത്ത് നിഞ്ച പ്രൊഫഷണൽ ഫുഡ് പ്രോസസർ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് എഡിറ്റ് ചെയ്യാനുള്ള സ്ഥലത്തേക്ക് എത്തും. എഡിറ്റ് ചെയ്യാനുള്ളത് ഓൾറെഡി പ്രീ പോപ്പുലേറ്റഡ് ആയിരിക്കും. ഇതിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ, സ്റ്റോക്ക് തീരുമ്പോൾ മാറ്റം വരുത്തണമെങ്കിൽ വീണ്ടും സ്റ്റോക്ക് 10 എന്നൊക്കെ ടൈപ്പ് ചെയ്യാം. വില മാറുന്നുണ്ടെങ്കിൽ വില മാറ്റി ടൈപ്പ് ചെയ്യാം. ഇമേജ് അത് തന്നെ ആയിരിക്കും. പിന്നെ കളറും സൈസും ഉണ്ടെങ്കിൽ അത് മുമ്പേ സേവ് ചെയ്ത കളർ സൈസ് ഇവിടെ കാണിച്ചു തരും. അതിന്റെ വില മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ മാറ്റിയിട്ട് സബ്മിറ്റ് ചെയ്യുക, സേവ് ചെയ്യുക. ഓക്കെ. ഓക്കെ. അതുപോലെ ഇത് നിങ്ങളിപ്പം മൈൻഡ് ചെയ്യണ്ട. കോംബോ ആൻഡ് പ്രൈസിന് ഇപ്പോ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ കളറ് സ്ലേറ്റ് ബ്ലൂവും സ്ലേറ്റ് ഗ്രേയും ഉണ്ട് അല്ലെ. അതിന് 10ഉം 15ഉം ആണ് വില. സൈസിന് 30ഉം 40ഉം ആണ് വില. പക്ഷെ അത് കോംബോ ആയിട്ട് അവതരിപ്പിച്ചതാണ് ഇവിടെ. സ്ലേറ്റ് ബ്ലൂ 4XLന് എത്രയാ പൈസ എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതുപോലെ 3XLന് സ്ലേറ്റ് ബ്ലൂ എത്ര പൈസ എന്നുള്ളത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. സ്ലേറ്റ് ഗ്രേക്ക് 4XLന് എത്ര പൈസ എന്നുള്ളത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. സ്ലേറ്റ് ഗ്രേ 3XLന് എത്ര പൈസ എന്നുള്ളത് ഇവിടെ ടൈപ്പ് ചെയ്യാം, സബ്മിറ്റ് ചെയ്യാം. ഇതിന്റെ താഴെ ഒന്നുകൂടി ഉണ്ട് വാറണ്ടി. ഇപ്പോ ചില പ്രൊഡക്ട്സിന് വാറണ്ടി കൊടുക്കാറുണ്ട് അല്ലെ. ഇപ്പോ TV ആയാലും ഫ്രിഡ്ജ് ആയാലും വാഷിംഗ് മെഷീൻ ആയാലും
6 മാസത്തേക്ക് നിങ്ങൾ 1000 രൂപക്ക് 6 മാസത്തേക്ക് വാറണ്ടി കൊടുക്കുന്നുണ്ടെങ്കിൽ അത് അവിടെ ടൈപ്പ് ചെയ്യാം. 2000 രൂപക്ക് ഒരു വർഷത്തേക്ക് വാറണ്ടി കൊടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്യാം. കറക്റ്റ് എമൗണ്ട് തന്നെ ടൈപ്പ് ചെയ്യണം. ഓക്കെ, 2 കൊല്ലത്തേക്ക് വാറണ്ടി ഉണ്ടെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഡാറ്റാബേസിൽ അപ്ഡേറ്റ് ആയി. പിന്നെ ഇവിടെ പറയാനുള്ളത് പ്ലേസ് ഡിസ്കൗണ്ട് ഇൻ കാറ്റഗറി. പ്ലേസ് ഡിസ്കൗണ്ട് ഇൻ കാറ്റഗറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പർട്ടിക്കുലർ കാറ്റഗറി, അതായത് ഫുഡ് പ്രോസസേഴ്സ് എന്നുള്ള ഈ കാറ്റഗറി, ആക്ച്വലി നമ്മൾ ഈ കാറ്റഗറിയിലേക്ക് എങ്ങനെ എത്തിയത്? ക്ലിക്ക് ചെയ്ത് ഒന്നിന്റെ ഉള്ളിൽ വേർന്ന് അത് ക്ലിക്ക് ചെയ്താണ് അതിന്റെ ഉള്ളിൽ എത്തിയത്. ഓക്കെ, ഈ 4ാം ലെവൽ കാറ്റഗറിയാണ് ഫുഡ് പ്രോസസേഴ്സ് എന്നുള്ളത്. അതിനകത്ത് നിങ്ങൾ ഏതെങ്കിലും ഉത്സവ ദിനത്തിൽ ഡിസ്കൗണ്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിപ്പബ്ലിക് ഡേക്ക് നിങ്ങൾ എത്ര പെർസെന്റ് ആണ് ഡിസ്കൗണ്ട് കൊടുക്കുന്നത്. ഡിസ്കൗണ്ട് 1 മുതൽ 100 വരെയുള്ള സംഖ്യ ഇവിടെ കൊടുക്കാൻ പറ്റും. ഓരോന്നിലും 1 മുതൽ 100 വരെയുള്ള സംഖ്യ നിങ്ങൾക്ക് കൊടുക്കാം. വേണമെങ്കിൽ കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ ഇത് എസ്കേപ്പ് എടുത്തിട്ട് പുറത്തോട്ട് പോയാൽ മതി. ഞാനിപ്പോ ഡിസ്കൗണ്ട് ചെയ്തിട്ട് 5% വരെ കൊടുത്തിട്ടുണ്ട്. എല്ലാ ഹോളിഡേയ്സിനും 5% വരെ ഈ പർട്ടിക്കുലർ കാറ്റഗറിയിലുള്ള എന്റെ എല്ലാ പ്രൊഡക്ട്സിനും 5% വരെ ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഡിസ്കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പർട്ടിക്കുലർ സീസൺ ആകുമ്പോൾ നമ്മളുടെ ഹോം പേജിൽ ഇങ്ങനെ വരും, ഗുഡ് ഫ്രൈഡേ ധമാക്ക, വ്യൂ ഡിസ്കൗണ്ട് പേജ്. അതുപോലെ ഇവിടെ ഡിസ്കൗണ്ട് മേള എന്നുള്ളൊരു ലിങ്കും ഓട്ടോമാറ്റിക് ആയിട്ട് ആ പർട്ടിക്കുലർ സീസൺ ആകുമ്പോൾ വരും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് സെയിലുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് ഇവിടെ കിട്ടും. കസ്റ്റമർക്ക് ഡിസ്കൗണ്ട് വാല്യൂല് അത് വാങ്ങാനും പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇവിടെ ഡിസ്കൗണ്ട് കൊടുത്താല് നിങ്ങളുടെ പ്രൊഡക്റ്റ് ഈ പേജിൽ കാണിക്കും. ഏത് പേജിൽ? ഡിസ്കൗണ്ട് മേള പേജിൽ കാണിക്കും. ഓക്കെ, നിങ്ങൾ ഇവിടെ ഡിസ്കൗണ്ട് ഒന്നും കൊടുത്തില്ല, എല്ലാം 0 ആണ്, ബ്ലാങ്ക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് ഡിസ്കൗണ്ട് ആയിട്ട് സെയിൽ ആവില്ല. നിങ്ങളുടെ പ്രൊഡക്റ്റ് ഒറിജിനൽ വാല്യൂ വെച്ചിട്ട് സെയിൽ ആവും. നിങ്ങൾ കൊടുത്ത വാല്യൂ വെച്ചിട്ട് സെയിൽ ആവും. നിങ്ങൾ കൊടുത്ത വാല്യൂ ഏതാണ്? സെല്ലിംഗ് പ്രൈസ് 50 വിത്ത് ഷിപ്പിംഗ് ചാർജ്. ടാക്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതടക്കമുള്ള വാല്യൂവിൽ സെയിൽ ആവും. ഓക്കെ, ഓക്കെ. ഇനി നിങ്ങൾ ഇങ്ങനെ ഓരോ കാറ്റഗറിക്ക് അകത്ത് കയറിയിട്ട് വേറെ, ഇനി ഇപ്പം ഡ്രസ്സ് വേറെ, മെൻ ഫാഷൻ, ക്ലോത്തിങ്, ഷർട്ട്, ഇതിനകത്ത് നിങ്ങൾക്ക് ആഡ് ചെയ്യാം, പ്രൊഡക്റ്റ് ആഡ് ചെയ്യാം. ഓക്കെ അല്ലേ? അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നീട് വരുമ്പോൾ ഏതൊക്കെ കാറ്റഗറിയിലാണ് നിങ്ങൾ ഇത് പ്രൊഡക്റ്റ് സേവ് ചെയ്തെന്ന് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല അല്ലെ? അത് പേടിക്കണ്ട, മൈ കാറ്റഗറീസ് എന്നുള്ള കാറ്റഗറി ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റർ ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റ് ഏതൊക്കെ കാറ്റഗറിയിൽ ഉണ്ടെന്ന് ഇവിടെ കാണിക്കും. ഞാനിപ്പോ ഇത്രയും കാറ്റഗറിയിലാണ് എന്റെ പ്രൊഡക്റ്റ് ആഡ് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ടാണ് ഇത് മാത്രം കാണിക്കുന്നത്. ഓക്കെ, അതുപോലെ നിങ്ങൾ ഇനി കപ്പാസിറ്റി മെനുവിലേക്ക് വന്നു കഴിഞ്ഞാൽ, കപ്പാസിറ്റി മെനുവിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ദിവസം എത്ര ഐറ്റംസ് ഡിസ്പാച്ച് ചെയ്യാൻ പറ്റും, പാക്ക് ചെയ്ത് അയക്കാൻ പറ്റും എന്നുള്ളത് ഇവിടെ ക്വാണ്ടിറ്റി കൊടുക്കണം. ഞാനിപ്പം കൊടുത്തിരിക്കുന്നത് ഐ ക്യാൻ ഡിസ്പാച്ച് മാക്സിമം 5 items പെർ ഡേ ആൻഡ് സബ്മിറ്റ്. ക്ലിക്ക് ഓൺ സബ്മിറ്റ്. ഓക്കെ, നിങ്ങൾക്ക് 10 അയക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ 10 സെലക്ട് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, 20 ആണെങ്കിൽ 20 സെലക്ട് ചെയ്യുക, ഇത് സെലക്ട് ചെയ്യാം, 100, 1000 വരെ സെലക്ട് ചെയ്യുക. അൺലിമിറ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ദിവസം എത്ര ഐറ്റംസ് സെൻഡ് ചെയ്യാൻ അയച്ചു കൊടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ അൺലിമിറ്റഡ് എന്നുള്ളത് സെലക്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, ഇനി ഷിപ്പിംഗ് ഏരിയ. ബൈ ഡിഫോൾട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രൊഡക്റ്റ് ഓൾ ഓവർ വേൾഡ് സെൻഡ് ചെയ്യുന്നുള്ളതാണ് എന്റെ ഡിഫോൾട്ട് സെറ്റപ്പ്. നിങ്ങൾക്ക് അത് ഇന്ത്യക്കകത്ത് മാത്രമേ സെൻഡ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഷിപ്പ് ഓൾ ഓവർ ഇന്ത്യ ഓൺലി. ലോകത്ത് എവിടെ അയക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ക്ലിക്ക് ചെയ്യാം. ഇന്ത്യക്കകത്താണെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്യാം. അല്ല, ഇനി ഇന്ത്യക്കകത്ത് ഒരു സംസ്ഥാനത്തില് ഏതെങ്കിലും ഒരു ജില്ലക്കകത്താണെങ്കിൽ അത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ കണ്ടില്ലേ, ഞാൻ USA സെലക്ട് ചെയ്യുമ്പോൾ USA സ്റ്റേറ്റ് വരും. ഇപ്പോ ആസ്ട്രേലിയ സെലക്ട് ചെയ്ത ആസ്ട്രേലിയയിലെ സ്റ്റേറ്റ് വരും. പക്ഷെ നമുക്ക് ഇന്ത്യയിലേക്കുള്ള ഏതും പർട്ടിക്കുലർ ജില്ലക്കാർക്ക് മാത്രം ഉദ്ദേശിക്കുന്നെങ്കിൽ ഇന്ത്യയാണ് സെലക്ട് ചെയ്യുക. സ്റ്റേറ്റ് കേരള എന്ന് സെലക്ട് ചെയ്യുക. അതിൽ കാസർഗോഡ്, കണ്ണൂർ, വയനാട്, അങ്ങനെ ഇഷ്ടംപോലെ 14 സ്റ്റേറ്റ്സ് ഉണ്ട്. അതിനുശേഷം താഴെ ഇത് സെലക്ട് ചെയ്യുമ്പോൾ കണ്ണൂർ എന്നുള്ളത് സെലക്ട് ചെയ്യുമ്പോൾ കണ്ണൂരിലുള്ള പോസ്റ്റ് ഓഫീസിലെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ വരും. ഓക്കെ, ഇതിനകത്ത് സെലക്ട് ഓൾ കൊടുക്കുക. സെലക്ട് ഓൾ കൊടുത്തിട്ട് ഏറ്റവും താഴെ സ്ക്രോൾ ചെയ്ത് താഴെ പോയി കഴിഞ്ഞാൽ സബ്മിറ്റിനുള്ള ബട്ടൺ ഉണ്ടാവും. ഇതിന്റെ അർത്ഥം എന്താണ്? സബ്മിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് സേവ് ആവും. അതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കണ്ണൂരിലുള്ള എല്ലാ പിൻകോഡിലേക്കും അയക്കാൻ എനിക്ക് സമ്മതമാണെന്നുള്ളതാണ് ഇതിൽ അയക്കുന്നത്. നിങ്ങൾക്ക് എല്ലാ പിൻകോഡിലേക്കും വേണ്ട, എനിക്ക് കണ്ണൂരും പയ്യാമ്പലത്തും മാത്രമാണ് അയക്കണമെങ്കിൽ ഇത് രണ്ടെണ്ണം സെലക്ട് ചെയ്തിട്ട് താഴെ പോയി സബ്മിറ്റ് ചെയ്താൽ മതി. ഓക്കെ അല്ലേ? അതിൽ അടുത്ത ഒരു ഇമ്പോർട്ടന്റ് ഫീച്ചർ ആണ് റഫർ ആൻഡ് ഏൺ.
റെഫർ ആൻഡ് ഏൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ ഒരു റെഫേർഡ് ബൈ എന്നുള്ള ഒരു കോളം നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ പൂരിപ്പിക്കേണ്ടതുണ്ടെന്ന്. പക്ഷെ ഇവിടെ നിങ്ങളുടെ റെഫറൽ ഐ ഡി 6 ആണ്. ഈ നമ്പർ നിങ്ങൾ ഓർമ്മിച്ച് വെക്കണം കേട്ടോ. ഈ നമ്പർ ഓർമ്മിച്ച് വെക്കുക. അതിനുശേഷം ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഒന്നുകൂടി ലോഗ് ഔട്ട് ചെയ്യാണ്. ഇവിടെ റെഫേർഡ് ബൈ എന്നുള്ള കോളം കണ്ടില്ലേ? ഈ ഫീൽഡിലാണ് ആരാണ് നിങ്ങളെ ചേർക്കുന്നത്, അയാളുടെ റെഫറൽ നമ്പറാണ് ഇവിടെ ചേർക്കേണ്ടത്, ഇവിടെ എൻ്റർ ചെയ്യേണ്ടത്. ഓക്കെ, റെഫറൻഡ്. ഇപ്പോ ഈ പേജ് നിങ്ങൾ വായിച്ചു നോക്കുക. ഇപ്പൊ എന്റെ അണ്ടറിൽ 518 ആൾക്കാർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ട്രാൻസാക്ഷൻ ഒന്നും അധികം നടന്നിട്ടില്ല. അതുകൊണ്ടാണ് എനിക്കുള്ള കമ്മീഷൻ റെഫറൽ എമൗണ്ട് 3 പൈസ ആയിട്ടുള്ളൂ. അത് പക്ഷെ അത് 3 പൈസയുടെ ചെറിയ എമൗണ്ട് ആണെങ്കിലും ശരിക്കും റിയൽ സെനാരിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 1000 എത്ര വേണമെങ്കിലും മണി ഏൺ ചെയ്യാം. പുതിയ പുതിയ വ്യാപാരികളെ നമ്മളുടെ PK ഷോപ്പിലേക്ക് നിങ്ങൾ എത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ വ്യാപാരികളുടെ കീഴിൽ വാങ്ങപ്പെടുന്ന എല്ലാ വസ്തുവിന്റെയും ഒരു പർട്ടിക്കുലർ ഷെയർ നിങ്ങൾക്കും വരും. ഓക്കെ, അത് നമ്മൾ PK ഷോപ്പുകാർ എടുക്കുന്ന ലാഭവിഹിതത്തിൽ നിന്നാണ് നമ്മൾ ഈ റെഫറൽ എമൗണ്ട് കൊടുക്കുന്നത്. ഇതിന്റെ പേരിൽ നിങ്ങൾ വ്യാപാരികൾക്ക് യാതൊരു നഷ്ടവും വരില്ല. ഓക്കെ, അപ്പോ ഇത് നിങ്ങൾ ഈ റെഫറൽ നമ്പർ നിങ്ങൾ പുതിയ വ്യാപാരികൾക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പൊ അവര് രജിസ്റ്റർ ചെയ്യുമ്പോൾ 6 എന്നുള്ളത് അവരുടെ റെഫേർഡ് ബൈ കോളത്തിൽ എൻ്റർ ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യാപാരി നിങ്ങളുടെ കീഴിലായി. പിന്നെ ആ വ്യാപാരിയുടെ കീഴിൽ നടക്കുന്ന എല്ലാ വിപണനത്തിനും ഒരു കമ്മീഷൻ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അതുപോലെ ഓർഡർ വരുന്ന സമയത്ത് അടുത്തുള്ള കൊറിയർ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ കൊറിയർ ഹെൽപ്സിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോ എന്റെ കയ്യിൽ ഒരു ഓർഡർ വന്നപ്പോൾ എന്റെ ചുറ്റുവട്ടത്തുള്ള കൊറിയറിന്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ വന്നത്. ഞാൻ ഈ നമ്പറിൽ വിളിച്ചിട്ട് ഒരു പിക്കപ്പ് ഷെഡ്യൂൾ ചെയ്യുക. അതായത് കൊറിയറുകാരെ വിളിച്ചിട്ട് ഒരു ഓർഡർ ഉണ്ട്, നിങ്ങൾക്കൊന്ന് ഇവിടെ വന്ന് എടുക്കാൻ പറ്റൂ, ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ ഇവിടെ വന്നൊന്ന് എടുക്കുമെന്ന് നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാം. ഓക്കെ, അതുപോലെ വിറ്റ സാധനങ്ങളുടെ ഡീറ്റെയിൽസും അതിന്റെ ബില്ലും ഇവിടെ കാണിച്ചു തരും. ഡിസ്പാച്ച്ഡ് ഓർഡറിലുള്ള അതേ സാധനങ്ങളാണ് പെൻഡിങ് പേയ്മെന്റ്സിലും കാണിക്കുക. പക്ഷെ വിത്ത് അതിന്റെ ക്വാണ്ടിറ്റി, അതിന്റെ സെൽ പ്രൈസ്, നമ്മൾ എടുക്കുന്ന PK ഷോപ്പുകാർ എടുക്കുന്ന കമ്മീഷൻ, അത് കഴിച്ചിട്ടുള്ള ടോട്ടൽ, ഓരോ ഐറ്റത്തിന് കമ്മീഷനും കഴിച്ചിട്ടുള്ള ടോട്ടലാണ് വലതുഭാഗത്ത് കോളത്തിൽ വരുന്നത്. അതുപോലെ നിങ്ങൾക്ക് ആരെങ്കിലും റെഫർ ചെയ്ത വകയിൽ കിട്ടാനുള്ള റെഫറൽ ബോണസും ഇവിടെ എഴുതി കാണിക്കും. ടോട്ടൽ ഇത്ര നിങ്ങൾക്ക് കിട്ടാനുണ്ട്. അത് നമ്മൾ ഈ വീക്ക്ലി ഓരോ വീക്കുകളിൽ ശനിയോ വെള്ളിയോ ശനിയോ ആകുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ എത്തിക്കും. ഓക്കെ, അങ്ങനെ പൈസ എത്തിക്കണമെങ്കിൽ നിങ്ങൾ മൈ ബാങ്ക് എന്നുള്ള അക്കൗണ്ട്, മൈ ബാങ്ക് എന്നുള്ള പേജ് ഫില്ലപ്പ് ചെയ്യണം. അവരുടെ അക്കൗണ്ട് നമ്പർ, ബാങ്ക് നെയിം, IFSC കോഡ്, പ്ലേസ്, പാൻ നമ്പറും GST നമ്പറൊന്നും വേണമെന്നില്ല. അത് ഉള്ളവരുണ്ട്, വെറുതെ കൊടുത്തോളൂ, അതിന്റെ ആവശ്യമില്ല. സബ്മിറ്റ് ചെയ്യുക എന്നിട്ട്. ഓക്കെ, അപ്പൊ ഓരോ സബ്മിഷനുടെ സ്റ്റാറ്റസ് മെസ്സേജ് കാണിക്കുന്നതായിരിക്കും. ഇത്രയാണ് നമുക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത്. ഇനി ഇവിടെ ഒരു ഫീച്ചർ എന്ന് വെച്ചാൽ ഇവിടെ മുകളിൽ നമുക്ക് നിങ്ങൾക്ക് ഒരു ഫീൽഡ് കാണാം, സെർച്ച് എന്നുള്ള ഫീൽഡ് അല്ലേ? നിങ്ങളിപ്പോ ആദ്യമായിട്ട് വരുന്നവർക്ക് ഏത് കാറ്റഗറിയിലാണ് എനിക്ക് ആഡ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു പിടുത്തം ഉണ്ടാവില്ല. ഇതിൽ ഏതിൽ പോയാലാണ് നമ്മൾക്ക് ആവശ്യമുള്ള കാറ്റഗറിയിലേക്ക് എത്തുക എന്നുള്ളൊരു പിടി ഉണ്ടാവില്ല അല്ലെ? സപ്പോസ് നിങ്ങൾക്ക് ഒരു ഷൂ ആണ് ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ചോ, ഞാൻ ഷൂസ് ടൈപ്പ് ചെയ്യുന്നു. അപ്പൊ കുറെ കാറ്റഗറിക്കകത്ത് ഷൂസ് ഉണ്ട് അല്ലേ? ഓക്കെ, നമുക്ക് ഒരു എക്സാമ്പിളിനായിട്ട് സൈക്കിൾ മോട്ടോർ സൈക്കിൾ, ഏത് ഓൾ സൈക്കിൾസ് എന്നുള്ള ഇത് കണ്ടല്ലേ? അത് ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഡയറക്റ്റ് ആ കാറ്റഗറിയിലേക്ക് പോകും. അവിടെ നിങ്ങൾക്ക് ആഡ് പ്രോഡക്റ്റ് ചെയ്യാം. അതായത് കാറ്റഗറീസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് ഉള്ളിലോട്ട് ബ്രൗസ് ചെയ്ത് പോവാതെ നിങ്ങൾക്ക് ഡയറക്റ്റ് കാറ്റഗറിനെ കുറിച്ച് ബോധ്യം ഉണ്ടെങ്കിൽ അത് ഡയറക്റ്റ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ എക്സാമ്പിൾ സാരി എന്നുള്ളൊരു കാറ്റഗറി ഉണ്ടോ എന്ന് ടൈപ്പ് ചെയ്ത് നോക്കി. അപ്പൊ സാരി ഉണ്ട്. അപ്പൊ സാരിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാരി കാറ്റഗറിയിലേക്ക് എത്തി. അപ്പോൾ അവിടെ നിങ്ങൾ ഓൾറെഡി എൻ്റർ ചെയ്ത സാരിയുടെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. അത് ക്ലിക്ക് ചെയ്താൽ അത് എഡിറ്റ് ചെയ്യാം. പുതിയതായിട്ട് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് പ്രൊഡക്റ്റ് ചെയ്യാം, ഒക്കെ ചെയ്യാം. ഓക്കെ, ഇത്രയാണ് നമ്മൾ മർച്ചന്റ് ഡാഷ്ബോർഡിനെ കുറിച്ച് പറയാനുള്ളത്. ഇവിടെ ഒരു ബട്ടൺ കാണാം, അത് പുതിയതായിട്ട് വന്ന ഓർഡറിനെ കുറിച്ച് സൂചിപ്പിക്കുന്നു. ഋതുഷ് ലാൽ ഓർഡേർഡ് ബോളിവുഡ് ഡിസൈനർ സാരി. പുതിയ ഓർഡർ വരുമ്പോൾ അത് ഇവിടെ അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ, അതുപോലെ നിങ്ങൾ പ്രൊഫൈൽ മെനു എടുത്തു കഴിഞ്ഞാൽ കപ്പാസിറ്റി, വ്യൂ പ്രൊഫൈൽ. നിങ്ങളുടെ വ്യൂ പ്രൊഫൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊഫൈൽ ഡാറ്റ രജിസ്ട്രേഷൻ സമയത്ത് എൻ്റർ ചെയ്ത അതേ ഡാറ്റ തന്നെ, എന്താ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ശരിയാക്കാൻ വേണ്ടി പറ്റും ഇവിടെ. ഓക്കെ, അതുപോലെ ഷിപ്പിംഗ് ഏരിയ, അത് ഇവിടെ പറഞ്ഞ ഷിപ്പിംഗ് ഏരിയ തന്നെ. റെഫറൽ ആൻഡ് ഏൺ, അതും ഇവിടെ പറഞ്ഞ റെഫർ ആൻഡ് ഏൺ തന്നെ, സെയിം തന്നെ കേട്ടോ. അപ്പൊ ഇത്രയാണ് എനിക്ക് PK ഷോപ്പിനെ കുറിച്ച് പറയാനുള്ളത്. താങ്ക്സ് ഫോർ
Let's have your time.